മാമാ വൈകുന്നേരമാണോ പത്രം വായിക്കണേ? മക്കളെ വർഷാപ്പിൽ ഇത്തിരി പണിയുണ്ടായിരുന്നടേ, അതുകൊണ്ട് രാവിലെ പത്രം വായിക്കാൻ പറ്റിയില്ല. രാവിലത്തെ പത്രം രാവിലെ വായിച്ചല്ലേ സുഖമുള്ളൂ അല്ലേ? എപ്പോഴെങ്കിലും വായിക്കട്ടെ ചേച്ചി. ആ ഈ വെട്ടണൊക്കെ കറക്റ്റ് ആണോ? എനിക്ക് അറിഞ്ഞൂടാ. പൂ വന്ന് വാടിപ്പോയില്ലേ, ആ ഭാഗമാണ് വെട്ടി കൊടുക്കേണ്ടത്. എന്നാലേ അവിടുന്ന് പുതിയ മുള വരത്തുള്ളൂ. ഇതുപോലത്തെ ആ അതന്നെ. ഇതൊരു വാക്കില്ലേ കത്രിക? നിങ്ങൾ രണ്ടും ഇവിടെ നിൽക്കായിരുന്നാ? നിങ്ങൾ അറിഞ്ഞില്ലേ എന്തോന്ന്? നമ്മുടെ റെസിഡൻസ് മേഖലയില്ലേ മികച്ച ദമ്പതിക്കുള്ള ഇതാ തെരഞ്ഞെടുത്ത ആർക്കെന്നറിയോ? മേശ അങ്കിളിന് പരിചാരിക്കുകയാണ്. നമ്മൾ പങ്കെടുത്തിട്ടെങ്കിൽ നമുക്ക് കിട്ടിയാണ്. പിന്നല്ലാതെ. ഒന്ന് പോ അമ്മ, നിങ്ങൾക്കൊന്നും കിട്ടാനൊന്നും പോണില്ല. അയ്യ, നമ്മളൊന്ന് ഇറങ്ങി നോക്കട്ടെ, അപ്പൊ അറിയാം. മക്കളെല്ലാരും അങ്ങ് മാറി നിൽക്കും. അതാണ് മക്കളെ അങ്ങോട്ട് നോക്ക്, വലിയ സദസ്സിൽ വെച്ചാണ് കൊടുക്കുന്നത് ഈ സമ്മാനം. അതില് കാര്യമില്ല. ഈ നമ്മളെന്ന് ഉദ്ദേശിച്ചത് ആര്? അപ്പച്ചിയും രാമങ്കളും ആണോ അതോ അമ്മയും അച്ഛനും ആണോ? എവരെന്തിന് ഞാൻ ഉദ്ദേശിക്കണത്? ഞാൻ നമ്മുടെ കാര്യമാണ് പറഞ്ഞത്. അതോ അങ്ങനെ ഒരു പറച്ചില്. ഇവരെന്ത് ഉദ്ദേശിച്ച എന്ത് പ്രശ്നം? ഞങ്ങൾക്കെന്ത് പ്രശ്നം? അയ്യോ, നിങ്ങളെ പോലെ പ്രായമായ ആൾക്കാർ പങ്കെടുക്കുന്ന കാര്യമല്ല. ഈ പ്രായ ആൾക്കാർക്ക് നല്ല ദമ്പതികളായി കൂടി. അതെന്തോ ആവാതിരിക്കാം, പക്ഷെ ഇത് ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ടുള്ളതല്ലേ. അങ്ങനെയൊന്നും ഇല്ല. ചെറുപ്പക്കാരായ ദമ്പതികളൊന്നും ഒരിടത്ത് എഴുതിയിട്ടില്ല. ദമ്പതികൾ എന്ന് എഴുതിയിട്ടുള്ളൂ. അത് ചെറുപ്പക്കാരായാലും പ്രായമായാലും ദമ്പതികൾ. അയ്യോ ചേച്ചി, ദമ്പതി തന്നെ. പക്ഷെ പ്രായമാകുന്നോളം അടിയും പിടിയും വഴക്കൊക്കെ ആ സ്നേഹം അങ്ങ് പോവും. പക്ഷെ അങ്ങനെയാണോ നമ്മൾ ചെറുപ്പക്കാര്? ഫുൾ റൊമാൻറ്റിക് അല്ലേ? ചുമ്മാ നാട്ടുകാരെ കാണിക്കാനുള്ള അഭിനയമല്ല. അടിയും പിടിയൊക്കെ വരുന്ന അനുസരിച്ച് സ്നേഹം അങ്ങോട്ട് കൂടും. സ്നേഹം കൂടുമ്പോ റൊമാൻസ് കൂടും. അതാണ്. എവിടെ എന്നിട്ട് നിങ്ങൾ തമ്മിൽ റൊമാൻസ് ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. അത് നാട്ടുകാരെ കാണിക്കേണ്ട ആവശ്യമുണ്ടോ? ഞങ്ങൾ റൊമാൻസ് ഉണ്ടോ ഞാനല്ലേ പറയണ്ടേ? അങ്ങനെ പറഞ്ഞ അങ്ങനെ പറ്റൂ? അങ്ങനെയൊന്നുമല്ല. ആൾക്കാർക്കും തോന്നണം, കണ്ണിന് കുളിർമ വേണം ഒരു കപ്പിളിനെ കാണുമ്പോ. മനസ്സിലായ? ഭയങ്കര കുളിർമയാണെന്നാണോ വിചാരം നിങ്ങളെ കാണുമ്പോഴത്തേക്ക്? നമുക്ക് എന്താണ് ഒരു കുഴപ്പം? നിങ്ങൾക്ക് കുഴപ്പം മാത്രമേ ഉള്ളൂ. നിനക്കെന്ത് പ്രശ്നം ഞങ്ങളെ കാണുമ്പോ? എനിക്ക് പ്രശ്നമൊന്നുമില്ല. രാമായണം ഒന്ന് ആലോചിച്ച് നോക്ക്, ഫുൾ റൊമാൻറ്റിക് പയ്യനാണ്. ആ ഒരു പാട്ട് ഡാൻസ് കളിച്ച് വരുന്ന, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഗിഫ്റ്റ് തരുന്നത്. അണ്ണ അങ്ങനെ വല്ലതാണോ? വേറും ബേസിക്കലല്ലേ അണ്ണ? നിന്റെ കെട്ടി എപ്പോഴും ചാടി നടക്കും. പക്ഷെ എന്റെ ചേട്ടൻ റഫ് ആൻഡ് ടഫ് ലുക്ക് ആണെങ്കിൽ ഉള്ളില് മനസ്സിന് ഭയങ്കര സ്നേഹമാണ്. അത് ആരാണ് സർട്ടിഫൈ ചെയ്യേണ്ടത്? ഭാര്യ എന്നുള്ള രീതി ഞാൻ മാത്രം. ഈ ഉള്ളിൽ വെച്ചോണ്ടിരുന്ന ആൾക്കാർക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇങ്ങനെ എഴുതി ഒട്ടിച്ച് വെക്കണം, ഞാൻ റൊമാൻറ്റിക് ആണ്, എനിക്ക് ഭയങ്കര സ്നേഹമാണെന്ന് അങ്ങനെ എഴുതി ഒട്ടിക്കേണ്ടി വരും ഇവിടെ. ഓഹോ, അപ്പൊ നീ വെല്ലുവിളിക്കാണ് രവിയേട്ടന് സ്നേഹമില്ല, രവിയേട്ടൻ റൊമാൻറ്റിക് അല്ല. വിളിക്കേണ്ട ആവശ്യമില്ല, അതാണ് സത്യം. എന്നാ നിന്റെ ധാരണ ഞാൻ തിരുത്തി തരും. എങ്ങനെ? ഞാൻ കാണിച്ചുതരാം എങ്ങനെയാണ് ഞങ്ങൾ തമ്മിലുള്ള സ്നേഹം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. പിന്നെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്തത്. ഇനി കാണാൻ പോയുള്ളൂ. കാണിച്ചേട്ടെ? കാണിച്ചുതരാം. ഇന്ന് മുതൽ അത് ചെയ്ത് കാണിച്ചിട്ടേ കാര്യമുള്ളൂ. നമുക്ക് മത്സരിക്കാം കേട്ടാ. അപ്പൊ കോമ്പറ്റീഷൻ ആണല്ലോ. അപ്പൊ നിനക്ക് കാണിച്ചു തന്നിട്ട് തന്നെ വേറെ കാര്യം, നമ്മളെ ഭർത്താക്കന്മാരിൽ ആർക്കാണ് ഭാര്യയോട് സ്നേഹം കൂടുതലെന്ന് ഞാൻ തെളിയിക്കാം. എനിക്കാണ് കൂടുതൽ. എനിക്ക് തെളിയിക്കേണ്ട ആവശ്യമില്ല, ഞാൻ നിനക്ക് മനസ്സിലാക്കി തരണം, അത്രേ ഉള്ളൂ. അപ്പു, ഇവർക്കിത് എന്തു പറ്റി? ഇത്രയും കാലം ഇല്ലാത്തൊരു പരീക്ഷണം. കാണാൻ പോണ പൂരം ദൈവത്തിനറിയാം. രവിയേട്ടാ, ഞാൻ പറഞ്ഞത് വല്ലതും കേട്ടാ? എന്റെ മണി, ഞാൻ എല്ലാം കേട്ട്. നീ കിടക്കാൻ നോക്ക്. എന്തോന്ന് കേട്ട്? ആ രമേശ് സാറിനും വനജ ചേച്ചിക്കും അവാർഡ് കിട്ടിയപ്പോഴല്ലോ അസൂയ മൊത്തം ആർക്കാണ്? നിങ്ങളുടെ അനിയത്തിക്ക് തന്നെ. എടി, ഞാൻ പറഞ്ഞില്ല എനിക്ക് നിന്നോട് സ്നേഹമുണ്ട്, പിന്നെ അത് എന്തോന്നു? അവള് പറയണേ രാമൻ അവളോട് ഏറ്റവും കൂടുതൽ ഭയങ്കര സ്നേഹമാണ് മറ്റുള്ളവരെക്കാളും ഒക്കെ. അവള് കോമ്പറ്റീഷനിൽ പങ്കെടുത്തിരുന്നെങ്കിൽ അവർക്കേ സമ്മാനം കിട്ടുമായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞ് എല്ലാ ഭർത്താക്കന്മാർക്കും ഭാര്യമാരുടെ സ്നേഹം തന്നെയാണ്, പക്ഷേ അവരൊന്നും കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ അവർക്ക് സമ്മാനവും കിട്ടുന്നില്ല. മനസ്സിലായോ? മനസ്സിലായത് വിട്. അപ്പൊ അവള് പറയുന്നത് പറയാം, ബാക്കിയുണ്ട് നിങ്ങൾ പറഞ്ഞത് എന്തോന്നും രവിയേട്ടാ എനിക്ക് പറയാൻ സമ്മതിക്കില്ലല്ലോ. അവള് പറയാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയണത് രവിയേട്ടന് എന്നോട് സ്നേഹം ഇല്ലാത്തോണ്ടാണെന്ന്. എനിക്ക് നിന്നോട് സ്നേഹമില്ലെന്നോ? നിനക്ക് ഇന്നുവരെ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഉണ്ടാ? അത് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളുടെ മനസ്സിൽ സ്നേഹമുണ്ട് എന്ന് ഞാൻ ഊഹിച്ചെടുത്തത് കൊണ്ട് എനിക്കറിയാം. അല്ലാതെ ബാക്കിയുള്ളവർക്ക് തോന്നും പോലെ എനിക്ക് തോന്നുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. നിങ്ങളുടെ അനിയത്തിക്ക് എന്നെ തോന്നണില്ലേ നിങ്ങൾക്ക് എന്നോട് സ്നേഹമില്ലെന്ന്? അതുപോലെ നാട്ടുകാർ അതല്ലേ വിചാരിക്കുള്ളൂ. മണി, ഈ സ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലാണ്, അത് നമ്മുടെ പെരുമാറ്റത്തിലാണ് കാണിക്കേണ്ടത്, അല്ല മറ്റുള്ളവരെ കാണിക്കുക. അതൊക്കെ പ്രകസനമാണ് മണി. ചില സമയത്തെ ഇച്ചിരി പ്രഹസനമൊക്കെ വേണം, മനസ്സിലായില്ലേ? നിങ്ങളുടെ അനിയത്തി തന്നെ ഇത് പറയണമെങ്കിൽ നാട്ടുകാർ എന്തൊക്കെയായിരിക്കും പറയണത്? അങ്ങേര് മുരടനായിട്ടുള്ള ഒരു മനുഷ്യനാണ്, ആ ഭാര്യയോട് ഒരു സ്നേഹവും ഇല്ലെന്നല്ലേ വിചാരിക്കുള്ളൂ. നാട്ടുകാരെ ബോധിപ്പിക്കാനാണല്ലോ നമ്മൾ സ്നേഹിക്കേണ്ടത്. ചില സമയത്ത് നമ്മൾ നാട്ടുകാരെ ബോധിപ്പിക്കണം, മറ്റുള്ളവരെ കാണിച്ച് സ്നേഹിക്കണം. അംഗീകാരം കിട്ടണമെങ്കിൽ ചിലപ്പോൾ കാണിച്ച് നടക്കേണ്ടി വരും. അതെന്ത് മനസ്സിലാക്കാത്ത? അങ്ങനെ തന്നെ വേണം. എനിക്കല്ല അറിയാം. നീ ഒരു കാര്യം ചെയ്യും, ഇന്ന് കിടക്കാൻ നോക്കുവാ. പിന്നെ കിടക്കാം. ഞാൻ ഒരു കാര്യം പറയട്ടെ. അതെ, ഞാനും ചിന്നും തമ്മിലേ ചെറിയൊരു കോമ്പറ്റീഷനിലാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരം. എന്തിന്?
ആരുടെ ഭർത്താവിനാണ് കൂടുതൽ സ്നേഹം എന്നറിയാൻ. എടി ചിന്നു എന്റെ അനിയത്തി, രാമ എന്റെ അളിയൻ, നമ്മൾ തമ്മിലാണ് ഒരു കോമ്പറ്റീഷൻ. എന്തോന്നൊക്കെ എനിക്ക് കാണിക്കുന്നത്. ഈ പറച്ചിൽ കേട്ടതൊന്നും അങ്കത്തട്ടിൽ പോയി പടം വെട്ടാൻ പറഞ്ഞെന്ന് അതൊന്നും അല്ല പറയുന്നത്. റോഡ് സൈഡിൽ പോയി കാണിക്കുകയും വേണ്ട. നമ്മുടെ വീടിനകത്ത് നമ്മുടെ ഈ പരിസരത്തിനകത്ത് വെച്ച് അവരെ മുന്നിൽ വെച്ച് സ്നേഹമാണ് എന്ന് ഇച്ചിരി കാണിക്കാനല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അഭിനയിക്കണം. നീ വാ, അഭിനയിക്കണ്ട, ഉള്ള സ്നേഹം കാണിച്ചാൽ മതി. നീ കിടന്ന് ഉറങ്ങാൻ സമ്മതിക്കൂലേ? ചെയ്യോ? ഓ നീ വാ, നീ ലൈറ്റ് ഓഫ് ഇട്ട് വാ. രവിയണ്ണ എന്നോട് ഭയങ്കര സ്നേഹമാണെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതി കാണിക്കുവോ? ഞാൻ കാണിക്കാം. എനിക്ക് നിന്നോട് സ്നേഹമല്ലേ, അത് പിന്നെ കാണിക്കണം. എന്നിട്ട് ഞാൻ അറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ബാക്കിയുള്ളവരും കൂടെ അറിയണ്ടേ. എന്റെ മണിക്കുട്ടി ഞാൻ ചെയ്യാം. വാ, നീ ലൈറ്റ് ഓഫ് ചെയ്യ്, നേരെ കിടന്ന് ഉറങ്ങത്ത്. ഓക്കെ. എന്തോ ചേട്ടാ ഒന്നും പറയാത്തത്? എന്നാലും അണ്ണനെ ചേട്ടത്തേക്ക് തോപ്പിച്ചിട്ട് ഞാൻ പിന്നെ എങ്ങനെ അവരെ മുഖത്ത് നോക്കും? ചേട്ടൻ പറയട്ടെ, ഇതെന്ത് ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ ആണെന്ന്. എന്തൊന്നും മനസ്സിൽ വൈരാഗ്യം കൊണ്ട് നടക്കോ തോറ്റുപോയ? ചേട്ടൻ നിസ്സാരമായ ഒരു സില്ലി മത്സരം. എന്നാലും അത് വേണം. ഇതിന്റെ അകത്ത് ഇപ്പൊ എന്തോന്ന് പാടി. ഞാനിത് വേണ്ടെന്ന് പറഞ്ഞാണ്. മണിയാണ് എന്നെ വിരിവിരിപ്പിച്ച് പെറ്റ് വെച്ചത്. അപ്പൊ എനിക്ക് ഒരു നാണോ മനോല്ലേ? ചേട്ടത്തി ഉള്ളതുകൊണ്ടാണ്. നിന്റെ അണ്ണനെ മാത്രം തോപ്പിക്കാനാന്ന് എനിക്ക് കുഴപ്പമില്ലായിരുന്നു. എന്റെ അണ്ണനെ പറഞ്ഞ എനിക്ക് ഇഷ്ടമല്ല. എന്നാലും മണിക്കൊരു വിചാരമുണ്ട്, അണ്ണൻ മാത്രമാണ് ഈ ലോകത്തിലെ ഏറ്റവും നല്ല ഭർത്താവ്, അണ്ണൻ മാത്രമേ മണിയെ സ്നേഹിക്കത്തുള്ളൂ. അങ്ങനെയൊക്കെ എന്റെ ഭർത്താവ് നല്ലതാണെന്ന് എനിക്ക് തെളിയിക്കണ്ടേ? സ്നേഹം ഉണ്ടെന്ന് എനിക്ക് കാണിക്കണ്ടേ? അത് വേണം. എന്നാലും അതിന് വേണ്ടി ഒരു മത്സരം എന്നൊക്കെ പറഞ്ഞാൽ ഇത് സിമ്പിളാണ് ചേട്ടാ. ചേട്ടൻ എന്നെ നാറെ ഇങ്ങനെ വാരിക്കൊരു സ്നേഹം കൊണ്ട് കുഴിച്ചു മൂടണം. ശ്ശെ, അങ്ങനല്ല, സ്നേഹം കൊണ്ട് മൂടണം. മൂടാ. അങ്ങനെ സ്നേഹം കാണിച്ചാൽ മതി, നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ജയിച്ചോളും. ശരി. ഓക്കെ ആണോ? ഓക്കെ ആണ്. ഓ ഓക്കെ. ഈ മോഹം വെച്ചോണ്ട് പോയാൽ നമ്മൾ തോക്കേ ഉള്ളൂ. ഓക്കെ. നമുക്ക് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോകണം. അമ്പലത്തിൽ പോണം, പിന്നെ ബീച്ചിൽ പോണം, സിനിമയ്ക്ക് പോണം, ഷോപ്പിങ്ങിന് പോണം, അങ്ങനെ കുറെ സ്ഥലങ്ങളിൽ പോണം. ഇതിനൊക്കെ പോകാൻ പൈസ എവിടെ? പൈസ നമ്മൾ എങ്ങനെയെങ്കിലും ഒപ്പിക്കണം. നീ ആ വാടക കിട്ടിയ പൈസ ഇങ്ങോട്ട്. അയ്യോ, അതെടുക്കാൻ പറ്റൂല. അതെടുക്കാൻ പറ്റൂല. സ്നേഹം വേണം ചേട്ടാ. അത് ഓരോ ആവശ്യങ്ങൾക്ക് വെച്ചേക്കണം, അതെടുക്കാൻ പറ്റൂല. പിന്നെ ഈ പൈസക്ക് എന്ത് ചെയ്യും? ചേട്ടൻ എന്തെങ്കിലും ഒന്ന് മറിക്കേട്ടാ. എനിക്ക് ആ മണിയുടെ ഫ്രണ്ടിൽ ഞാൻ തല കുറച്ച് നോക്കണ്ടേ? മറിക്കാം. ഓ മൂടാം, മറിക്കാം. എന്തൊന്ന് മൂടാം? സ്നേഹം കൊണ്ട് മൂടാം. പൈസ ഞാൻ മറിക്കാം. പോരെ? എവിടെ പോണേട്ടാ? ഓടോ പോണില്ലടി, ഞാൻ പോട്ടെ. എന്തിനും പോണേ? മറിക്കണ്ടേ? കിടക്കണ്ടേ? ഓ കിടക്കണ്ടേ. നാളെ രാവിലെ മറിച്ചാ. ഓ ശരി. ആ, നേരത്തെ എണീച്ചാ? ഓ രാവിലെ എണീറ്റ് മക്കളെ. ചായ എടുക്കട്ടോ മാമ? കണ്ട് ഇപ്പൊ ഞാൻ ചായ കുടിച്ചിട്ട് വരണ അരിയില്ലേ. അതിന് പുറത്തു പോയി ചായ കുടിച്ചേ? പുറത്ത് ചായ കുടിക്കുന്ന സുഖം. ഓരോരോ ശീലങ്ങൾ ഉണ്ടാക്കി വെച്ചോളൂ. അതെ അതെ, രാവിലെയൊക്കെ നല്ല ശീലമാണ്. വൈകുന്നേരം ആകുമ്പോഴാണ് മറ്റേ കുണ്ടണി ശീലം പറഞ്ഞത്. എന്തൊരു കുണ്ടണി ശീലം? ഡാടാ, ഞാൻ വെള്ളം അടിക്കണമെങ്കിലേ എന്റെ പൈസ കൊടുത്താണ് വെള്ളം അടിക്കുന്നത്, നിന്റെ പൈസ ഒന്നും അല്ലല്ലേ. നീ ഇങ്ങോട്ട് കൂടുതൽ വിടണ്ട. പോ വിടണ്ട. ആ എന്നാ വിടുന്നില്ല, നമ്മൾ അമ്പലത്തിൽ പോയിട്ട് വരാം. അമ്പലത്തിലാ? പതിവില്ലാതെ അമ്പലത്തില് എന്താന്നല്ലേ, ചേട്ടന് ഭയങ്കര നിർബന്ധം ഇന്ന് രാവിലെ തന്നെ അമ്പലത്തിൽ പോണെന്ന്. എനിക്ക് തോന്നുന്നു എന്റെ ദീർഘായുസിന് വേണ്ടി പ്രാർത്ഥിക്കാനായിരിക്കും കേട്ടോ. എന്തായാലും ചേച്ചി നമ്മൾ പോയിട്ട് വരാം. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ്ട കേട്ടോ ചേച്ചി. കാരണം ചേട്ടൻ പറഞ്ഞു നമുക്ക് പുറത്തുനിന്ന് കഴിച്ചിട്ട് വരാം. ചേട്ടൻ ഒരാഗ്രഹമല്ലേ? ഓ ഓക്കെ മാമ. പോയിട്ട് മക്കളെ. അയ്യോ, അമ്പലത്തിൽ പോണ പാർട്ടീസ് രണ്ടെണ്ണത്തിന് ഭക്തി സൈഡിൽ കൂടെ പോവാത്ത സാധനങ്ങളാണ്. മാമൻ എന്നെ പറ്റി അറിയാലോ, ഇതുപോലത്തെ ഒരു ഭക്തി വേറെ എവിടെയെങ്കിലും കിട്ടുമോ? എന്റെ കൃഷ്ണ, നമ്മൾ പോണതിന് മുന്നേ തപ്പിപ്പിടിച്ച് പോണതാണ് കേട്ടോ എന്നെ കാണിക്കാൻ വേണ്ടിട്ട്. നിങ്ങളുടെ അനന്തരം എവിടെ? ശേഷാറൻ എവിടെ? എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങണം. സ്നേഹം കാണിക്കേണ്ട സമയത്ത് ഇങ്ങനെ ഞാനുള്ളൂ ശരിയാക്കിട്ട് വേറെ കാര്യമുള്ളൂ. എവിടെ ഇവക്കെന്ത് പറ്റി? നിങ്ങൾ രണ്ടും കൂടെ പോയത് അവക്ക് ഇഷ്ടപ്പെട്ടില്ലായിരിക്കും. അയ്യടി, അവക്ക് മതളവി തുടങ്ങി. രവിയേട്ട എണീച്ചില്ലേ? എണീച്ച് പെട്ടെന്ന് കുളിച്ച് അമ്പലത്തിൽ പോണം. വാ. അമ്പലത്തിൽ പോകണം? ഇത്ര രാവിലെ? ഇത്ര രാവിലെ അല്ല പിന്നെ രാത്രിയാ പോണത്. എനിക്ക് മണി നമുക്ക് വൈകുന്നേരം പോവാം. അയ്യേ, വൈകുന്നേരം ആരെങ്കിലും അമ്പലത്തിൽ പോവോ? ഇനി രാവിലെ വൈകുന്നേരം പോകണം ഒരുപോലെ. നീ ചുമ്മാ അതല്ല, രാവിലെ പോണത്
എന്താണ് ഐശ്വര്യ എണീക്ക്. തോന്നുന്നു മണി ഇത് ബാങ്കിൽ പോണ്ട ഒന്ന് ഉറങ്ങാന്ന് വിചാരിച്ചാലും സമ്മതിക്കില്ല. ഓരോരുത്തരൊക്കെ അമ്പലത്തിൽ പോയിരിക്കണം. വാ എണീക്ക്. ഓണം ഒരു പോട്ട് നമുക്ക് വൈകുന്നേരം. രവിയേട്ടാ പ്ലീസ് പെട്ടെന്ന് എനിക്ക് ഇന്ന് അമ്പലത്തിൽ പോണം ഇപ്പൊ. തോന്നുന്നു മണി ഇപ്പൊ അമ്പലത്തിൽ പോണെന്ന് ഇപ്പൊ പോണെന്ന് ഇപ്പൊ പോണം. മണി നമുക്ക് വൈകുന്നേരം പോവാം. ഞാൻ പറഞ്ഞില്ലേ വൈകുന്നേരം പോയേ പറ്റൂല, ഇപ്പൊ പോയേ പറ്റുള്ളൂ. എനിക്ക് വാ. ഇപ്പൊ തന്നെ പോണെന്ന്. അവിടെ രാമനും ചിന്നും ഒക്കെ അമ്പലത്തിൽ പോകാൻ വേണ്ടിട്ട് ഇറങ്ങി. അപ്പൊ അതാണ് കാര്യം. വാശിയാണ്. അവര് പോണോണ്ട് നിനക്ക് പോണം, അല്ലാതെ ഭക്തിയല്ല. ഇത് ഭക്തിയൊക്കെ ഉണ്ട്, പക്ഷെ ചില സമയത്തുണ്ടല്ലോ ചിലരെ കാണിക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞതല്ലേ ഇന്നലെ അവര് വരണതിന് മുന്നേ നമുക്ക് പോവാ. ഇറങ്ങി ഇറങ്ങി ഇറങ്ങി. പറഞ്ഞൊക്കെ ശരി തന്നെ. രാവിലെ വിളിച്ചോണത് ആരെയും കാണിക്കാൻ വേണ്ടില്ല. അതെ ഞാൻ പറഞ്ഞല്ലോ വൈകുന്നേരം പോവാം. മണി നീ പറ്റൂല, ഇപ്പൊ പോയേ പറ്റുള്ളൂ. എനിക്കിപ്പോ പോണം. മണി നീ വാശി പിടിക്കല്ലേ, ഞാൻ ഒന്ന് ഉറങ്ങട്ട്. നീ പോ. ഒരുപാട് ഉറങ്ങിക്കൂടാ. വയസ്സാം കാലത്ത് ഒരുപാട് ഉറങ്ങി കഴിഞ്ഞാലേ കൊളസ്ട്രോൾ ഒക്കെ കൂടും. എനിക്ക് ഒന്നുമില്ല. നീ പോ. നീ ശല്യം ചെയ്ത മണി. ഞാൻ ഒന്ന് കിടക്കട്ടെ മണി. നീ പോ. പിന്നെ പോവാം. ഇന്നത്തേക്കായി ശല്യം തന്നെ. ഓരോ കോമ്പറ്റീഷനും വാശിയും കാണിച്ചോണ്ട്. അമ്മ ഞാൻ അപ്പച്ചേരിയുടെ രാമങ്കളിനോട് സിനിമയ്ക്ക് പോവാ. അവര് സിനിമയ്ക്ക് പോണോ? എന്റെ അടുത്ത് പറഞ്ഞോ? എന്റെ അടുത്ത് പറഞ്ഞു, എന്നെയും വിളിച്ചു. നീ പോണ്ട, അവര് പോണെങ്കിൽ പോട്ടു. എന്ത് ഞാൻ പോയാ? നീ എന്തിനാ അവരെ കൂടെ പോണത്? എന്തോന്ന്? നീ പോണ്ട. എനിക്ക് പോണം. അമ്മ അച്ഛനെ കൊണ്ടുപോകണില്ല. അവരെങ്ങനെ കൊണ്ടുപോകാൻ വിളിക്കുമ്പോ പിന്നെ ഞാൻ വരില്ല എന്നുള്ള ശരിയല്ല. നിന്നെ ആവശ്യത്തിന് സിനിമയ്ക്കൊക്കെ ഞങ്ങൾ കൊണ്ടുപോകണ്ട, അത്രയും കണ്ടാൽ മതി. അങ്ങനെ അവര് പല സ്ഥലത്തും പോവും. കൂടെ അങ്ങ് പോവാൻ. നീ എന്ത് വാവേ? നീ നാണമില്ലല്ലോ വല്ലൊരു സിനിമയ്ക്ക് കൂടെ പോകാനായിട്ട്. ഞാൻ അച്ഛനോട് പോണ്ടെന്ന് വെച്ചാൽ പോണ്ട. അച്ഛനോട് ചോദിക്കണ്ട. ഞാൻ ചോദിച്ചോളാം. ഞാൻ സമ്മതിക്കൂല. എന്തോന്നമ്മ ഇതൊന്നും സമ്മതിക്കൂല? ഏയ് ഒന്നുമില്ല. എടി ചോദിച്ചിട്ട് എന്തായി? എന്തോ ചോദിക്കേ? സിനിമയ്ക്ക് അവള് കൂട്ടുകാരുടെ വീട്ടിൽ പോവാണിപ്പം. ഇപ്പൊ പോണോ? പോയിട്ടപ്പോ വരും? വൈകുന്നേരോ? വൈകുന്നേരമാവോ? അപ്പൊ അതിനുശേഷം നമുക്ക് പോവാം. വന്നിട്ട് പോവാം. ചിലപ്പോ രാത്രിയോ? എടി അത്ര നേരം ഒന്നും നിൽക്കണ്ട, നീ പോയിട്ടിങ്ങ് വാ. നമുക്ക് എന്നിട്ട് റെഡിയായി വൈകിട്ട് പോവാം. ഓക്കെ? വരുന്ന എന്തോ സിനിമയ്ക്ക്? അയ്യേ, ആര് വരും സിനിമയ്ക്കൊക്കെ? ഇപ്പോഴത്തെ സിനിമകളൊക്കെ എന്തിനുള്ള? എന്റെ അടുത്ത് രവിയേട്ടനെ എല്ലാ വെള്ളിയാഴ്ചയും പറയും സിനിമയ്ക്ക് പോകാൻ പോകുന്നു. ഞാൻ പോകൂല ഫസ്റ്റ് ഡേക്ക്. ആര്? അണ്ണനാ? എല്ലാ വെള്ളിയാഴ്ച സിനിമയ്ക്ക് പോവാം. എന്ത് ചേച്ചി ഇങ്ങനെ വെറുതെ തള്ളണം? എന്തിനു തള്ളേണ്ട ആവശ്യം? എന്റെ ഭർത്താവ് എന്നോട് പറഞ്ഞാലും ഞാൻ ഇതിന് തള്ളണത്. അപ്പൊ ചേച്ചിക്ക് സിനിമ ഇഷ്ടമല്ല? ഇല്ല. സിനിമ കാണേ വേണ്ട? താല്പര്യമില്ല. അതായത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, ചേട്ടനും ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് നമ്മൾ തിയേറ്ററിൽ പോയി സിനിമ കാണാൻ പോവാം. ശരി, പോയി കണ്ടിട്ട് വാ. പറഞ്ഞില്ലല്ലോ? ഇല്ല. എന്റെ മനസ്സ് മാറണമെങ്കിൽ പറഞ്ഞാൽ മതി, നമ്മൾ കൊണ്ടുപോവാം. തീരെ താല്പര്യമില്ല. എന്നാലും ഞങ്ങൾ പോയി കണ്ടിട്ട് കണ്ടിട്ടോ. നീ വേഗം പറഞ്ഞേ. പ്ലീസ് പ്ലീസ് ഞാനും കൂടി. അടിച്ച് നിന്റെ ഷേപ്പ് മാറ്റി. കൂട്ടുകാരുടെ വീട്ടിൽ വല്ലതും പോകണ്ടെങ്കിൽ ഇന്ന് പൊക്കോളണം. നാളെ വല്ലതും ചോദിച്ചു വന്നാൽ അടി കിട്ടും. പൊക്കോ. പോയേ പറ്റൂ. വിടൂലെന്ന് ഉറപ്പാണല്ലോ? സിനിമയ്ക്ക് വിടൂല. എനിക്ക് ഒരു കൂട്ടുകാരുടെ വീട്ടിൽ പോട്ടെ. ഞാൻ കാത്തുണ്ട് ഇവിടുന്ന് ഇറങ്ങി പോക്കോ. ഞാൻ പോയിക്കോളാം. മണി സിനിമയ്ക്ക് വരിക. പിന്നെ അവള് സിനിമയ്ക്ക് പോകാൻ വിളിച്ചാൽ വേണ്ടെന്നല്ല, എന്നെ അറിയിക്കണം. ഞാൻ അവള് സിനിമയ്ക്ക് പോകണം. എന്തോന്ന് മണി തന്നെത്താൻ എന്ന് വർത്താനം പറയണ? എന്ത്? അതെ, ദിവ്യേട്ടനെ ഞങ്ങൾ അന്വേഷിക്കായിരുന്നു. എന്ത് സാധനം പോലെ വാങ്ങിക്കണോ? അതല്ല, നമുക്കേ ഒരു സിനിമ കാണാൻ പോവാം. സിനിമയ്ക്കാ? അയ്യേ, എന്തോന്ന് അയ്യേ? സിനിമയ്ക്ക് പോണെന്ന് എനിക്ക് സിനിമ ആണ് ആഗ്രഹം. പോവാം. എന്തിങ്ങ രാമനും ചിന്നും ഒക്കെ പുറത്തു പോണെന്ന് പറഞ്ഞ് അതായിരിക്കും സംഭവം. ഓഹോ, അവര് പുറത്തു പോകണമെങ്കിൽ ഞാൻ പോണെന്ന് പറയും. എനിക്ക് പോണെന്നാണ് ഞാൻ പറയണത്. ഞാൻ എന്റെ ഭർത്താവിന്റെ അടുത്തല്ല വേറെ അടുത്ത് പറയണം. നീ അങ്ങനെ സാധാരണ ആഗ്രഹങ്ങളൊന്നും പറയാറില്ല. എനിക്ക് ആഗ്രഹം പറയണില്ലെന്ന് വെച്ചാൽ ആഗ്രഹം ഇല്ലെന്നാണോ ഇപ്പൊ ഞാൻ പറഞ്ഞു? എനിക്ക് മനസ്സിലായി. അത് തന്നെ. എന്റെ മണിക്കുട്ടി എത്ര പ്രാവശ്യം നിന്റെ അടുത്ത് പറഞ്ഞു, നീ എന്ത് ഇതൊക്കെ പിന്നെ ഇങ്ങനെ തന്നെ എന്ന് പറയാതെ സിനിമയ്ക്ക് കൊണ്ടുപോകോ ഇല്ലയോ? നീ വേറെ പണി നോക്ക്. സിനിമ നല്ല ചങ്കറിന്റെ അടുത്ത് തന്നെ പറഞ്ഞു ഇപ്പൊ കൊണ്ടുപോകും. മണി വാന്ന് വന്നിട്ട്. അത് മാമ ഈ റെസ്റ്റ് ഇല്ലാതെ പണിയുന്നോണ്ടാണ് ഈ കൈക്കൊക്കെ എപ്പോഴും ഇങ്ങനെ വേദന. ശരിക്കുണ്ടല്ലേ? അതെ, അവിടെ നിങ്ങോട്ട് വർക്ക്ഷോപ്പ് മാറ്റിയപ്പോഴേ വണ്ടിയിൽ വരുന്നുണ്ട്. ചായ റെഡി. ചായ കുടി. അവന്റെ കൈക്ക് എന്ത് പറ്റി? വേദനയാ? അത് എപ്പോഴും റെസ്റ്റ് ഇല്ലാതെ പണിയല്ലേ. ശ്രദ്ധിക്കണം കേട്ടോ അമ്മ. അതിലുണ്ടോ? ഉത്സവം കാണാനൊന്നും പോണില്ലേ? പിന്നെ ഇത്തവണ നാട്ടിലെ ഉത്സവം കാണാൻ വേണ്ടിയല്ലേ ഈ സമയത്ത് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. പ്ലാൻ ചെയ്തല്ലേ വന്നത്. ചേച്ചി വിളിച്ച് ചോദിച്ച് എന്തോന്ന് ഉത്സവത്തിന് നീ വരുമോന്ന്. അമ്മ എന്നെയും വിളിച്ചു. നമുക്ക് ഒരുമിച്ച് പോയി എല്ലാവർക്കും കൂടി. അത് തന്നെ. നമുക്കേ പോകുമ്പോ അമ്മേനും കൂടെ കൊണ്ടുപോയാലോ? അരുടെ സ്വന്തം നിക്കട്ട്. ചേച്ചി വരെയൊന്നുമില്ല. ഇത്രയും ദൂരമൊന്നും ചേച്ചി വരൂല.
ശരിയാണ്. ആവശ്യമില്ലാതെ വിളിച്ചോണ്ട് പോകണം. മുമ്പൊക്കെ ആണെങ്കിൽ നിർബന്ധിക്കുമ്പോഴെങ്കിലും ഇവിടെ ഒന്ന് 2 ദിവസം നിൽക്കുവായിരുന്നു. ഇപ്പൊ അതില്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കണ്ടേ? പണിയെടുത്ത് എവിടെ റിങ്കി എവിടെ? റിങ്കി കൂട്ടുകാരുടെ വീട്ടിൽ പോയിരിക്കണം. ഇതുവരെ വന്നില്ലേ അവള്? ആ ഇല്ല, കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട് അവള്. അവള് വന്നിട്ട് വേണം നമുക്ക് പോവാൻ. നീ എവിടെ പോണത്? നിങ്ങൾ എവിടെ പോണത്? ഞങ്ങൾ ഷോപ്പിങ്ങിന് പോകണം മാമ. ഷോപ്പിങ്ങിനാ? നീ അവനെ മുടിപ്പിക്കല്ലേ? ആ ഓ പിന്നെ ഞാൻ എന്നാണ് അങ്ങനെ മുടിപ്പിച്ചിട്ടുള്ളത്? ഷോപ്പിംഗ് മാത്രമേ ഉള്ള അതാ സിനിമ സിനിമയെ? സിനിമയ്ക്കാണോ? ആ സിനിമയ്ക്കും ഷോപ്പിങ്ങിനൊക്കെ പോണത് കൊള്ളാം. കൂടുതൽ സന്തോഷിക്കല്ലേ, ചിലപ്പം ദുഃഖിക്കേണ്ടി വരും. അതാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു കൊടു മാമ. എന്തൊന്നും മാമ ഒരു മേലെ ദുരന്തം വർത്താനം പറയണത്? നീ എന്ന് ചുമ്മാ എടി വിടുന്നത്. ഡാഡി പിള്ള അടിച്ച് കോൺ തിരിഞ്ഞു വല്ലതും പറഞ്ഞായിരിക്കും. ഡേയ് ചുമ്മാ പോ. ആവശ്യമില്ലാതെ സംസാരിക്കും. അതാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് ഇതുപോലെ പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ വേറെ രീതിയിൽ പറഞ്ഞു. ഇനി തർക്കം തുടങ്ങണ്ട. നീ പോ നിങ്ങൾ പോയിട്ട് വാ. അപ്പൊ കുറച്ചു നേരം കൂടെ റിങ്കി നോക്കണ്ടേ? വേണ്ട, റിങ്കി വരാൻ ലേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ പോക്കോ. ഇത് പോണില്ലേ? ആ പോണം, തുണി മാറുന്നുണ്ട്. മാമ എന്തോ മാമ ആവശ്യമില്ലാത്ത ഇങ്ങനെയൊക്കെ പറയണേ. ഇവ എന്റെ മോനാണ്. ആ. ഇവന്റെ ഉടായ്പൊക്കെ എനിക്കറിയാം. ഇവൻ ഉടായ്പിന്റെ ഉസ്താദാണ്, ഉസ്താദ്. അപ്പൊ അങ്ങനെ ഊടായിപ്പൊന്നുമില്ല. പിന്നെ അല്ലറ ചില്ലറ കള്ളത്തരങ്ങളൊക്കെ അവനുണ്ട്. അത് കൊച്ചുനാൾ മുതലേ ഉണ്ട്. പക്ഷെ മാമ ചിന്നു എന്ന് വെച്ചാ അവന് ജീവനാണ്. തന്നെ മണി അവന് ഭയങ്കര കാര്യമാണ് ചിന്നു. ജീവനാണ്. അപ്പൊ കണ്ടു പഠിക്കണം അതുപോലെയൊക്കെ ആണല്ലോ. നാണോ ഇല്ലല്ലോ മറ്റുള്ളവരെ പറ്റി പറയാൻ. അവനവന്റെ ഭാര്യ ഇവിടെ നിൽക്കുമ്പോഴത്തേക്കും വല്ലതും വല്ലവന്റെ ഭാര്യ സ്നേഹിക്കണെ പറ്റി പറഞ്ഞു കഴിഞ്ഞാലോ ഓ ഭയങ്കര സ്നേഹമാണ്. മണി ആകെ പ്രശ്നമായി മാമ. വലിയ ആവശ്യമുണ്ടാണ്. മണിക്കുട്ടി സാർ, നമുക്കിത് തീർച്ചയായിട്ടും കൊടുക്കാൻ പറ്റുന്ന ഒരു ലോണാണ് സാർ. നല്ല വില മതിക്കുന്ന സ്ഥലമല്ലേ സാർ അവര് കൊളാക്ടർ സെക്യൂരിറ്റി വന്നിരിക്കുന്നത്. അതും സിറ്റിക്ക് നടുക്കല്ലേ. അതെ സാർ, ഞാനൊരു കാര്യം ചെയ്യാം. രതീഷിനെ വിളിച്ചിട്ട് ഒന്നുകൂടി സൈറ്റ് ഇൻസ്പെക്ട് ചെയ്ത് നല്ലൊരു വെരിഫിക്കേഷൻ നടത്താൻ പറയാം സാർ. അതേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ 2 ഗവൺമെന്റ് എംപ്ലോയിയുടെ ഷൂറിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു പ്രൊസീജിയർ ഉണ്ട് സാർ. ഇതാണ് നല്ലത്. ബാങ്കിന് റിസ്ക് ഇല്ല. അതെ സാർ, കുഴപ്പമില്ല. ഇല്ലില്ല, ഞാൻ സ്പീഡപ്പ് ചെയ്യാം. ഇല്ലില്ല, ശരി സാർ. ഓ മണി, എനിക്ക് വിശപ്പില്ലല്ലോ. എനിക്ക് വിശക്കുന്നു. നീ കഴിച്ചൂടെ? അവിടെ ഇരുന്ന് കഴിക്കാനാണെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ നീ ഇവിടെ ഇരുന്ന് കഴുകി. ഇവിടെ ഇരിക്കാം, കഴിക്കുകയും ചെയ്യാം. പക്ഷേ ദയവായിട്ട് ഇത് എനിക്ക് വാരി തരണം. ഞാൻ വാരി തരാം. കഴിക്കാൻ പറ്റി? കഴിക്കൊന്നും പറ്റിയില്ല. പിന്നെ ഞാൻ വാരി തരുന്നത്? സ്നേഹമുള്ള ഭർത്താക്കന്മാരാണെങ്കിൽ ഭാര്യയ്ക്ക് ഭക്ഷണമൊക്കെ വാരിത്തരും. അയ്യേ, അതൊക്കെ കഥയിലും സിനിമയിലും നാടകത്തിലൊക്കെ ഉള്ള കാര്യങ്ങളാണ്. ഞാൻ വാരി തരണം ഇപ്പൊ? കഥയിലും സിനിമയിലൊക്കെ ഉള്ളതേ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. നീ എന്തോന്ന് പറയണം മണി? എന്തു പറയണ? അയ്യേ, ആ പിള്ളേരാരും കണ്ട നാണക്കേടാ. കണ്ട എന്റെ ഭർത്താവ് എനിക്ക് ഭക്ഷണം വാരി തന്നെ ആർക്കാണ് പ്രശ്നം? പിള്ളേര് കണ്ട എന്താ? പിള്ളേര് സ്നേഹം പഠിക്കട്ടെ. ഇത്ര നാൾ ഇല്ലാത്തൊരു ശീലം കൊണ്ടുവരണം. എന്നെ തന്നെ കഴിച്ചാ രവിയേട്ടാ, എന്നോട് സ്നേഹമുണ്ടോ? ഇത് വാരി തന്നാലേ നിന്നോട് സ്നേഹമുള്ളൂ. എന്നോട് സ്നേഹം ഉണ്ടോ ഇല്ലയോ? നിന്നോട് സ്നേഹം ഇല്ലേ? പിന്നെ എനിക്ക് ഉള്ള സ്നേഹം കാണിക്കണം. അല്ലെങ്കിൽ ഞാൻ മരിച്ച നിങ്ങൾ എന്റെ പുഴയെ കൊണ്ട് ഒഴുക്കും ആ സ്നേഹത്തിനെ മൊത്തം. പുഴയെ കൊണ്ടുപോകാനാ? നീ എന്തൊക്കെ പറയണേ? അല്ല, ഇത്ര മാത്രം പറയാനായിട്ട് ഇവിടെ എന്തുണ്ടായി? ഇത്ര മാത്രം പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഈ വീട്ടിൽ തന്നെ നടക്കുന്നുണ്ട്. ഇതൊക്കെ ഈ സ്നേഹപ്രകടനമൊക്കെ ഈ വീട്ടിൽ തന്നെ നടക്കുന്നുണ്ട്. വന്ന് കാണണം കണ്ണു തുറന്ന്. എന്തോ നടക്കണെന്നാ നീ പറയണത്? ചെന്ന് നോക്ക്. വാ. എവിടെ? ഇവിടെ എവിടെയെന്ന് ചോദിച്ചാൽ എനിക്ക് കൊണ്ടുവരാൻ പറ്റൂല. ഇങ്ങോട്ട് വാ. ശല്യം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ ഒരു കാര്യത്തിനൊന്നും വിളിച്ചോണ്ട് വരാൻ തിരിച്ച ചെരിപ്പൊന്നും വേണ്ട. വാ. नीले नीले अंबर पर चांद जब आए प्यार बरसाए हमको तरसाए ऐसा कोई साथी हो ऐसा कोई प्रेमी हो. ഒരിക്കലില്ല. ആണോ? നീ ഈ പാട്ട് തമിഴ് പാട്ടല്ലേ? തമിഴ് പാട്ടല്ലേ? ഞാൻ ഹിന്ദിയിലാണ്. നിന്റെ കൈക്ക് എന്ത് പറ്റി ചിന്നു? ഒന്നും പറ്റില്ല, ഒന്നും പറ്റില്ല. പിന്നെ അവൻ വാരി തരണം. അത് സ്നേഹം. അല്ല, അവള് മൈലേജ് ഇടാൻ പോണെന്ന്. അതെ, നിനക്ക് ഇതൊക്കെ വാരി കൊടുക്കുക മുടുക്കാത്തിനും ചെയ്തു. ഞാൻ കഴിക്കണോണ്ട് അണ്ണൻ എന്താണ് കുഴപ്പം? നീ കഴിക്കണോണ്ട് കുഴപ്പമില്ല. എനിക്ക് സൗകര്യം ഇല്ലെന്ന്. ഞാൻ കഴിക്കണോണ്ടാ? മോളെ നീ അകത്ത് അവക്ക് എന്താ മാരകമായിട്ടുള്ള അസുഖം? മാരയുടെ അസുഖം? എന്തൊരസുഖം? നീ ആ ചിട്ടിക്കാരൻ മറ്റേ ഗോപി ഉണ്ടല്ലേ, അവന്റെ അടുത്ത് നീ പറഞ്ഞെന്താണ്? എന്റെ ഭാര്യയ്ക്ക് മാരകമായ അസുഖമാണ്,
അതുകൊണ്ട് എനിക്ക് ഇവര് 25,000 രൂപ കടം വേണമെന്ന് നീ ചോദിച്ചാടാ. നീ വാങ്ങിച്ചവന്റെ ഓ വാങ്ങിച്ചു. വാങ്ങിച്ചില്ലേ? നിനക്ക് നാണം ഉണ്ടാടാ? ഭാര്യയ്ക്ക് അസുഖമൊന്നും പറഞ്ഞ് കണ്ടവനെന്നൊക്കെ പൈസ വാങ്ങിക്കായി. എന്റെ അച്ഛൻ തരാത്തത്. അച്ഛൻ തരാത്തുന്നു. അവളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി സിനിമ അങ്ങേ ഇങ്ങേ ഹോട്ടല് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് അവന്റെ പൈസ വാങ്ങിച്ചത്. ആരകമായിട്ടുള്ള അസുഖം പോലും. മാമ ഏ? ഇഡലി വേണോ? ഇതൊന്നും വേണ്ട എനിക്ക്. എന്തോന്നടാ രാമ? ഭാര്യയുടെ ഇഷ്ടം പ്രകടിപ്പിക്കുന്നത്, സന്തോഷം, സ്നേഹം. ഇങ്ങനെയാണ് ഭാര്യ സ്നേഹിക്കുന്നത് തന്നെ. കണ്ടവനെന്ന് പലിശയ്ക്ക് എടുത്താ കൊണ്ട് ടൂർ പോലെ കൊണ്ട് കറങ്ങി അങ്ങനെ സ്നേഹം കാണിക്കുന്നത് ഭാര്യ എടുത്ത്. ഇത് ചേട്ടാ മാരകമായ അസുഖം എന്ന് പറയുമ്പോ പിന്നെ പൈസ കിട്ടണമെങ്കിൽ അങ്ങനെയൊക്കെ പറയണം. അല്ല ഭാര്യക്ക് ടൂർ പോകാൻ വേണ്ടി കുറച്ച് പൈസ തരാൻ പറഞ്ഞാൽ അയാൾ തരും. വേണ്ട. ഇങ്ങനെയാണ് ഭാര്യ സ്നേഹിക്കാൻ. ശരിയാണ് അച്ഛാ, എനിക്കൊരു തെറ്റ് പറ്റി. ചിന്നുവിന് വയ്യെന്ന് ഞാൻ പറയണ്ടായിരുന്നു. അവരെ അച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞത് ഉർത്തക്കിട്ടവന് നിന്നെ ഞാൻ ചേട്ടാ ഇഡലി. ചേട്ടാ ഇഡലി എന്തൊരു അഭിനയമായിരുന്നു. മണി ഇപ്പൊ മനസ്സിലായ? എടി സ്നേഹം എന്ന് പറഞ്ഞാലേ ഒരു കരുതലാണ്, അത് കുടുംബത്തെ നോക്കുന്നതാണ്. മനസ്സിലായ? പിന്നെ നിനക്ക് തോന്നിയിട്ടുണ്ടോ എനിക്ക് നിന്നോട് സ്നേഹക്കുറവുണ്ടെന്ന്? ഇല്ലല്ല. അല്ലെ ഇതുപോലെ ഞാൻ സ്നേഹിക്കണോ? വേണ്ട. എന്തായാലും നീ ആഗ്രഹിച്ചൊരു കാര്യം പറഞ്ഞല്ലേ, ഞാനേ നിനക്ക് വാരിത്തരാം. ഇതിന് കാശ് ചെലവില്ല.